കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്: സാധാരണ പലിശയിൽ നിക്ഷേപിച്ച ഒരു തുക 7 വർഷം കൊണ്ട് 5 മടങ്ങാകുന്നു. അങ്ങനെങ്കിൽ അതേ പലിശ നിരക്കിൽ ആ തുക 25 മടങ്ങാകാൻ എത്ര വർഷം വേണ്ടി വരുമെന്ന്. അപ്പോൾ ഈ 5 മടങ്ങായി എന്ന് പറയുന്നിടത്തു നിന്ന് ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടണം. ഒരു തുക 5 മടങ്ങായി. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ. 100 രൂപ നമ്മൾ നിക്ഷേപിച്ചു. സിമ്പിളി ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക. 100 രൂപ നിക്ഷേപിച്ചു. അത് 5 മടങ്ങായി എന്ന് വെച്ചാൽ 500 എന്നല്ലേ മീനിങ്. 100 100 100 100 100 ഇങ്ങനെയാണല്ലോ 5 മടങ്ങായി മാറി. ഞാനിട്ട 100 രൂപ 5 മടങ്ങായി മാറി എന്ന് വെച്ചാൽ 500. ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ 5 മടങ്ങിൽ 5 മടങ്ങും ബാങ്ക് തന്ന പലിശയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ലോ. അതിൽ 1 മടങ്ങ് അല്ലെങ്കിൽ അതിൽ 100 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതല്ലേ. അപ്പം ബാങ്ക് തന്ന പലിശ എത്ര മാത്രമേ ഉള്ളൂ? 4 മടങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പം എത്ര മടങ്ങായി എന്ന് പറയുമ്പോഴും അതിൽ 1 മടങ്ങ് നമ്മുടെയാണെന്നും ബാക്കിയാണ് ബാങ്ക് തന്ന പലിശയെന്നും മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ചോദ്യം എളുപ്പം ചെയ്യാം. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? അപ്പോൾ ഇതിലോട്ട് പറഞ്ഞോട്ടെ ഞാൻ. അപ്പോൾ ഇവിടെ പറയുന്നു 5 മടങ്ങായി എന്ന് പറയുന്നത്. 5 മടങ്ങിൽ 1 മടങ്ങ് നമ്മുടേതാ. അപ്പം 4 മടങ്ങായി എത്ര വർഷം കൊണ്ട്? 7 വർഷം കൊണ്ടെന്ന് മനസ്സിലാക്കാം. 4 മടങ്ങ് പലിശ കയറാൻ എടുത്ത സമയമാണ് 7 വർഷം. എന്താ അറിയേണ്ടത്? ആ തുക 25 മടങ്ങാകാൻ എത്ര വർഷം? 25 മടങ്ങാകുക എന്ന് പറയുമ്പം അതിൽ 1 മടങ്ങ് നമ്മുടെയാ. പലിശ എത്രയാ? ബാക്കി 24 മടങ്ങാ. ക്ലിയർ ആയോ? ആ 24 മടങ്ങ് പലിശ വരാൻ എത്ര വർഷം വേണമെന്നാ കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരെ സിമ്പിളി ഒന്ന് ക്രോസ് ചെയ്താൽ പോരെ. 24 × 7 / 4. ആരും ക്യാൻസലാകും. 4 24 6 വെച്ച് വെട്ടിപ്പോവും. 6 × 7 നമ്മുടെ ആൻസർ എത്രയാ? 42 വർഷം വേണം അതേ പലിശ നിരക്കിൽ ആ തുക 25 മടങ്ങാകാൻ. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക്